ഇവിടെ അടുത്ത് എങ്ങനെ നല്ല ബോട്ടിങ് റേറ്റ് പോട്ടെ വരണ പോയിട്ട് എവിടേക്ക് ആരുടെ റൂമുണ്ടാ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു. ഞാൻ നമ്മളൊരു റേറ്റ് കുറഞ്ഞതോ ശരി. രണ്ടര മതിയാ? ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കാറുണ്ട്. പേരെന്തായിരുന്നു? കുമാർ. പോട്ടെ എന്നാ ശരി. ഞാൻ മുതിർന്നവരെ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ ചെയ്യിച്ചു. ഹായ് ഗൈസ്, ഐം ഫൈസ് ഇബ്രാഹിം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളിതാ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്, അതും മറൈൻ ഡ്രൈവിൽ. ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പം എൻ്റെ കൂടെ നിന്ന് സൽമാൻ ഉണ്ട്. സൽമാനെ കുറെ കാലത്തിന് ശേഷം നമ്മളും കാണുന്നത്. എങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? പിന്നല്ല. അപ്പോൾ അടിപൊളിയാക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി അമർത്തി വെക്കുക. അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ മറക്കണ്ട. തീർച്ചയായിട്ടും ലൈക്ക് എന്തായാലും ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമസ്കാരം. ഇവിടെ അടുത്ത് എങ്ങനെ നല്ല ബോട്ടിങ് റേറ്റ് കുറവുള്ളത്? ഇവരെല്ലാം ഇത് 200, 150, 200, 300 ഇതൊക്കെ വലിയ ചാർജുകളാണ്. റേറ്റ് കുറഞ്ഞതോ? കുറഞ്ഞത് അങ്ങോട്ടുണ്ട്, അതന്നെ ചെറിയ ബോട്ടുകളാണ്. ഓക്കെ ശരി. ഇതെന്താ റേറ്റ്? ഇത് ഒരെണ്ണം 20 രൂപ. രണ്ടര മതിയാ? ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കാറുണ്ട്. ബഹുമാനിക്കണം, അത് നല്ല കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഇത്തിരി നമ്മളാട്ടി മൂത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ. പേരെന്തായിരുന്നു? കുമാർ. ഞാൻ എന്നാ പോട്ടെ. പോട്ടെ കേട്ടോ. നമ്മളെ ബോട്ടിങ്ങിന് വന്നതാണ്. ഏറ്റവും കുറഞ്ഞ ബോട്ട് കുറവ്, റേറ്റ് കുറവ് എവിടെ? 100 രൂപ ചാർജ് ചെയ്തു. അത് ഒരു അരമണിക്കൂർ അങ്ങോട്ട്. എവിടുക്കാ? അങ്ങോട്ട് ശരി വരുന്ന അങ്ങോട്ടെ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അതെ, ഇവിടെ അടുത്ത് നല്ല ബോട്ടിങ് ഏതാ ഉള്ളത്? റേറ്റ് കുറഞ്ഞ? അല്ല, നമുക്ക് ജസ്റ്റ് കറങ്ങാൻ. ഞാൻ ഒറ്റയ്ക്കാ. നമുക്ക് അതെ 200-200 പറയാം. അല്ലേ? നോക്കിയോ? തൃശ്ശൂരാ? പോട്ടെ എന്നാ ശരി. ഏതാ 100 റുപ്യ? എന്നാ പോട്ടെ. അല്ല, നിങ്ങളുണ്ടാ ബോട്ടിങ്ങിനുണ്ടാവോ? പോട്ടെ ശരി. മതിയാ? ഞാൻ മുതിർന്നവരെ അങ്ങനെ ബഹുമാനിക്കുന്നൊരു. അപ്പോൾ ഇത്തിരി നമ്മളാട്ടി മൂത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ കുഴപ്പമില്ല. മതി മോനെ. ഓക്കെ. പോട്ടെ. ഇവിടെ
ഇവിടെ അടുത്ത് റേറ്റ് കുറവിന് ബോട്ടിങ് ഓക്കെ. ഞാൻ മുതിർന്നവരെ മുതലേ ഞാൻ അങ്ങനെ ശീലിച്ചു. കുഴപ്പമില്ല. ഒന്ന് തോന്നരുത് നമ്മളെ നമുക്ക് ടൈമില്ല, അതുകൊണ്ടാണ് പണി കിടക്കുന്നുണ്ട് അല്ലേ? എന്താ റേറ്റ് ഇവിടെ? ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാ? തണവൊക്കെ ഉണ്ടോ? ചൂടാ? എന്നോട് തണവ പറഞ്ഞിട്ടാണ് ഒരുത്ത പറഞ്ഞു വിട്ടത് അങ്ങോട്ട്. അതെ ഞാൻ പറഞ്ഞു, തണവ വിചാരിച്ച് ജാക്കറ്റൊക്കെ ഇട്ട് വന്നതാ. ചൂട് രാത്രി തണവുണ്ടോ? എൻ്റെ വീട് തൃശ്ശൂരാ. ഞാൻ ഇവിടെ നിൽക്കാൻ സ്ഥലമൊന്നുമില്ല, അപ്പോൾ അങ്ങനെ വന്നതാ. എന്നാൽ ശരി, ഓക്കെ. പോട്ടെ പോട്ടെ. വരണ പോയിട്ട് എവിടേക്ക്? ആരുടെ റൂമുണ്ടാ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു. നമ്മളൊരു അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു അച്ഛൻ്റെ പോലെ. ഉറപ്പല്ലേ? വേറെ രീതിക്കൊന്നല്ലല്ലോ. സഹായല്ലേ? റൂമിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ ഓക്കെ. എന്നാൽ ശരി കേട്ടോ. ഓക്കെ. ഞാനൊരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കൈ കൊടുക്കുമ്പോൾ എല്ലാവരും ഉമ്മ വയ്ക്കാൻ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. പേരെന്തായിരുന്നു? ഉദയൻ. പേര്? സുരേഷ്. കട വരുന്നത്? സുബേർ. എന്തായാലും എല്ലാവരും അടിപൊളി. നമുക്കൊരു സബ്സ്ക്രൈബറെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത്? ഞാൻ ബ്രോയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. മറൈൻ ഡ്രൈവിൽ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എക്സ്പെക്ട് ചെയ്തോ? പെട്ടെന്നാണ് കണ്ടപ്പോ. എവിടെ സ്ഥലം? എൻ്റെ ഇവിടെ തൃശ്ശൂരാണ്. പേര്? ഐജോ. ഞാനും തൃശ്ശൂരാണ്. അതെ, എനിക്കറിയാം. അറിയാലേ? പിന്നെ ഇവിടുത്തെ വീഡിയോസ് ആണ് കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. അതെ അല്ലേ? ഒരു കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലായിരുന്നു. ഒരു ഹായ്. ഓക്കെ ശരി, താങ്ക് യു. ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണ്. ഞാൻ ചെറിയ സ്ട്രേഞ്ചേഴ്സിനായിട്ട്, പരിചയമില്ലാത്തവരായിട്ട് ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് ഉമ്മ വയ്ക്കുമ്പോൾ ഒരു റിയാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ പേര്? ശരി. സ്ഥലം? വരാപ്പുഴ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ്. ഫായിസ് ഇബ്രാഹിം. അപ്പോൾ ഇതേ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു ഹായ് അവിടെ കൊടുത്ത് പോട്ടെ. ഹായ്. കണ്ടിട്ടുണ്ടോ? എവിടെ സ്ഥലം? മലപ്പുറത്ത് നിന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെട്ടു. സന്തോഷം. ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഒരു ചെറിയ വീഡിയോ എടുക്കേണ്ട ഭാഗമായിട്ട് അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. പോട്ടെ ഗൈസ്. ഇത് നൈസായിട്ട് ട്രാക്ക് മാറിയെന്ന് റൂമിക്കൊക്കെ വിളിക്കുന്നുണ്ട്. നമുക്ക് മെല്ലെ വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണെന്ന ബെല്ലൊക്കെ അടിക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പം ലാസ്റ്റത്തെ ഷോട്ടിൽ വിഷയത്തിൽ നിന്ന് തന്നെ മാറി വന്നൊരു സംശയമുണ്ട്. അപ്പോൾ ആളെ കുറ്റം പറയാൻ പറ്റില്ല. ആളെന്താ ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ഞാൻ വീടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ വീട്ടിൽ താമസിച്ചോന്നറിയില്ല. അതോ കിസ് കൊടുത്തുകൊണ്ട് ഉള്ളിലത്തെ ഉപബോധ മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ടാന്നും പറയാൻ പറ്റില്ല. എനിക്കെന്താ തോന്നുന്നു? ആർക്കാണ് ആഗ്രഹമില്ലാത്ത പിള്ളേ, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഇത്രയും സുന്ദരനും അതെ നിനക്കൊരു ഡൗട്ട് ഉണ്ട്, ഇവനൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം. അതുവരെ പീസ്.